സൈനിക മേധാവി ഇന്ന് ജമ്മുകശ്മീരിൽ അടുത്തിടെ സൈനികർക്ക് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് ഉപേന്ദ്ര ദ്വിവേദി ജമ്മുവിലെത്തുന്നത്. സൈനിക ഉദ്യോഗസ്ഥരുമായി ദ്വിവേദി ചർച്ച നടത്തും. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിലെയാണ് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം, ഭീകരാക്രമണം, നമ്മുടെ സൈനികർ വീരമൃത്യു വരിക്കാനിടയായ സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ സൈനിക മേധാവി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാനാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം എപ്പോൾ സന്ദർശനം നടത്തുമെന്നുള്ള കാര്യം, ഇന്ന് അദ്ദേഹം എത്തുമെന്നുള്ളതാണ് കരസേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അദ്ദേഹത്തിന്റെ സുരക്ഷാ കാരണങ്ങളാൽ തന്നെ സമയമടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി, അതായത് 16-ാം തീയതി ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ക്യാപ്റ്റൻ ബ്രിജേഷ് ധാപ്പ ഉൾപ്പെടെ 4 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ജൂൺ 9-ാം തീയതി റിയാസിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഏതാണ്ട് 7ഓളം ഭീകരാക്രമണങ്ങളാണ് ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള നിരോധിത സംഘടനകളാണെന്നും പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായി ട്രെയിനിങ് ലഭിച്ചവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ വ്യക്തമായി തന്നെ കരസേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏതാണ്ട് 50 മുതൽ 55 തീവ്രവാദികൾ വരെ ജമ്മു കാശ്മീരിന്റെ വിവിധ വനമേഖലകളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച സാഹചര്യമുണ്ടായി. മാത്രമല്ല, സൈന്യത്തിന്റെ കമാൻഡോ, പാരാ കമാൻഡോ ഫോഴ്സ് അടക്കമുള്ള പ്രത്യേക കമാൻഡോ ഫോഴ്സും ഇപ്പോൾ ഈ ജമ്മു മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ CRPF-ന്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും ഒക്കെ തന്നെ പ്രത്യേക സംഘങ്ങൾ ഈ സൈന്യത്തോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സൈനിക ഉദ്യോഗസ്ഥരുമായി ഈ കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തുന്നതിന് പുറമെ CRPF-ന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും അതേപോലെ തന്നെ ITBP അടക്കമുള്ള വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ കമാൻഡോ ഫോഴ്സും ഇപ്പോൾ ഈ തീവ്രവാദികളെ ഇവിടെ നിന്ന് തുരത്തുവാൻ വേണ്ടി അവിടെ ജമ്മു കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ദോഡ ജില്ലയിലടക്കം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുവാൻ വേണ്ടിയാണ് കരസേനാ മേധാവി ഇന്നിപ്പോൾ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ഈ ജമ്മു കാശ്മീരിൽ കരസേന മേധാവിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ഇതിപ്പോൾ 2ാം തവണയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അവിടെ സന്ദർശിക്കുന്നത്. നേരത്തെ രജോറി സെക്ടറിൽ ഈ LOC മേഖലയിൽ അദ്ദേഹം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം അക്രമം നടന്ന ദോഡയടക്കമുള്ള മേഖലകളിൽ അദ്ദേഹം സന്ദർശിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുള്ളതാണ് കരസേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. ശരി.